ഞങ്ങളെ പോലെ ഉള്ളതുകൊണ്ടാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. എന്തോ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ മരിച്ചെടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ പറ്റില്ല. ആരോടും വിടാതിരിക്കാണ്. ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദക്കാർ പറഞ്ഞു. എന്താ സംഭവം? വിളിക്കും പോലീസിനെ. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന്റെ പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ക്ലോസ് തരും അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ലേ? എന്നാ ഇയാൾ വന്നിട്ട് കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്താണ് എന്ത് മര്യാദ കൂടിയാ പെരുമാറുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ എടോ ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൂടുതലായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഇവിടുന്ന് തന്റെ സൗകര്യത്തിന് തന്നെ വീട്ടിൽ കൊണ്ട് കൊടുത്താണ്. ഇവിടെയല്ല പറഞ്ഞേ. ഇവിടെ ജനങ്ങളോട് താൻ ഇവിടെ ഇങ്ങനെ എന്നെ തരണോ? എന്നെ തരണോ? പിടിച്ചു കൊണ്ടോട്. ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള ബാങ്ക് ജനങ്ങൾക്കുള്ള ഞങ്ങളെപ്പോലുള്ളതുകൊണ്ടാ ഇയാൾ ഈ അക്ഷരമുണ്ട് മേലിഞ്ഞി കൊണ്ടോ. എന്താണ് ചോദിച്ചത്? പോയിക്കൊള്ളണോ? എന്റെ കൊണ്ടുപോയിക്കോ. കാര്യം നടക്കണമെങ്കിൽ പോകാൻ പാടില്ല. എനിക്ക് വിദ്യാഭ്യാസം പിടിച്ചു കൊണ്ടുപോയിക്കോ. മേല് നീ കയറ്. മേല് കയറുന്ന എടോ എങ്കിലല്ല ഇവിടെ ഇത്ര നാളെ എന്നെ കേട്ടു വരുന്നതാ. എത്ര വട്ടം കേട്ടി ഞാൻ വിളിക്കാന്നല്ലേ? അങ്ങനെയൊന്നല്ല. ഇനി പഠിപ്പിക്കണ്ട. നമുക്ക് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങളൊരു നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി മിനിയാൻ തന്നെ ആശീർവദിച്ചു വിടാ. എനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. പോയിക്കൊള്ളോ. ലോൺ തരികയല്ല കൃഷിക്ക് ഇവിടെ കുറെ എന്റെ നാട്ടുകാരാണ്. നിങ്ങളെ കാര്യം നടക്കണം. ഇവനെ കൊണ്ടുപോയിക്കോ. മേൽ ഇവൻ കയറാൻ പാടില്ല ഇങ്ങോട്ട്. പുഷ്പയും ബാങ്ക് കയറാൻ പാടില്ല. ഇവൻ ബാങ്ക് കയറാന്ന് പറയാ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറയണം. മനസ്സിലാവാ